അങ്ങ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുതൽ അപ്പുറത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജെസ്സി ലം കോയ വരെ എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ് കോമൺ കോൾഡ്. ലങ്സിനെ ബാധിക്കുന്ന അസുഖമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. പക്ഷേ അല്ല, നമ്മുടെ നെയ്സൽ ട്രാക്കിനെ ബാധിക്കുന്ന അസുഖമാണ് കോമൺ കോൾഡ്. ഇതിന്റെ കാരണക്കാരൻ ആരെന്നറിയാമോ? റൈനോ വൈറസ്. ചെറിയൊരു സോർ ത്രോട്ട്, അതായത് തൊണ്ട കരകരപ്പിന്ന് തുടങ്ങിയിട്ട് പിന്നെ സ്നീസിങ്ങും നെയ്സൽ കഞ്ചഷനും ഒക്കെ ആയിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന രോഗമാണ്. പണ്ടുള്ളവർ പറയാറുണ്ട്, മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിലോ 7 ദിവസം കൊണ്ട് മാറുമെന്ന്. അത് തന്നെ, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ശരി 3 മുതൽ 7 ദിവസം വരെ ഇത് നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടേ പോകും. അതെന്താ ഇങ്ങനെ? അതിന് കാരണം ഇത് റൈനോ വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസാണ്. നിങ്ങൾ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല, ഇന്ന് രോഗമുണ്ടാക്കുന്നതല്ല, നാളെ നമുക്ക് രോഗമുണ്ടാക്കുന്നത്. ഇവന്റെ സ്വഭാവം ഇങ്ങനെ മ്യൂട്ടേഷൻ കാരണം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവനെ തുടച്ചു മാറ്റുക എന്നുള്ളത് നടക്കമാട്ടെ. അപ്പോൾ വരുന്നതിനേക്കാൾ വരാതിരിക്കുന്ന എങ്ങനെ എന്ന് നോക്കുന്നതല്ലേ നല്ലത്. ഒറ്റ വഴിയുള്ളൂ, നമ്മൾ അടുത്തിരിക്കുന്ന തുമ്മുകയോ ചീറ്റുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ തൽക്കാലം കീപ് ഡിസ്റ്റൻസ്, മാറ്റി നിർത്തുക. കാരണം അടുത്തിരിക്കുന്നതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ രോഗം വരുന്നത്. അവൻ ഉപയോഗിച്ച സാധനങ്ങളോ അവൻ തൊട്ടതോ പിടിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ തൊടാനും പിടിക്കാനും പോകാതിരുന്നാൽ മതി. പിന്നെ അവൻ്റെ അടുത്ത് പോയി കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കരുത്, കാരണം അവൻ്റെ എയർ ഡ്രോപ്സിൽ നിന്നും നമുക്ക് ഈ രോഗം വരും. അപ്പോൾ രോഗികളിൽ നിന്നും കീപ് ഡിസ്റ്റൻസ് ചെയ്താൽ രോഗവും കീപ് ഡിസ്റ്റൻസ് ചെയ്തോളും.